എല്ലാവർക്കും lifestyledisorders.com-ലേക്ക് സ്വാഗതം. ഇന്ന് ലൈഫ്സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പൊതുവായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നമായ അനീമിയ അഥവാ രക്തക്കുറവ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലോപ്പതിയിൽ HB ലെവൽ കൂടുന്നതായി എല്ലാവരും നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ് അയൺ പ്ലസ് ഫോളിക് ആസിഡ്. ഇതിൽ അയൺ ടാബ്ലറ്റ് ബോഡി അബ്സോർബ് ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നാം ഉപയോഗിക്കുന്ന അയൺ ടാബ്ലറ്റ് ഫെറസ് ഫോമിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് സാധാരണ കണ്ടുവരാറുള്ള അയൺ കോമ്പൗണ്ട്സ് ഫെറസ് ഫ്യൂമറേറ്റ്, ഫെറസ് എസ്കോർബേറ്റ്, ഫെറസിട്രിമേറ്റ് എന്നിവയാണ്. നാം അയൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരം അബ്സോർബ് ചെയ്യണമെങ്കിൽ വെറും വയറ്റിൽ അഥവാ എംപ്റ്റി സ്റ്റൊമക്കിൽ ഭക്ഷണത്തിന് മുമ്പായി കഴിച്ചിരിക്കണം. കാരണം അയൺ ടാബ്ലറ്റ് നമ്മുടെ വയറ്റിൽ ഉണ്ടാക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ ഗ്യാസ്ട്രിക് ആസിഡിൽ ഡിസോൾവ് ആയാൽ മാത്രമേ ബോഡി ഇത് അബ്സോർബ് ചെയ്യുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ പ്രസൻസ് മാക്സിമം ഉണ്ടാകുന്നത് ഭക്ഷണത്തിന് മുമ്പായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, ഭക്ഷണത്തിന് മുമ്പ് നാം അയൺ കഴിച്ചാൽ തന്നെ ഹയസ്റ്റ് ക്വാളിറ്റി അയൺ പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും മാക്സിമം ബോഡി അബ്സോർബ് ചെയ്യുന്നത് 20% ആയിരിക്കും. അതായത് 10 രൂപ നിലവിൽ വരുന്ന ഒരു അയൺ ടാബ്ലറ്റ് നാം ഭക്ഷണത്തിന് മുമ്പായി കഴിക്കുകയാണെങ്കിൽ 2 രൂപയുടെ അയൺ മാത്രമേ ബോഡിക്ക് പരമാവധി അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലുപരി അയൺ പ്രിപ്പറേഷൻ്റെ പൊതുവായ പ്രശ്നം ഇവ വലിയ അളവിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, കോൺസ്റ്റിപ്പേഷൻ, വായിൽ മെറ്റാലിക് ടേസ്റ്റ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ മിക്ക ഡോക്ടേഴ്സും അയൺ ടാബ്ലറ്റ് കഴിക്കാൻ നിർദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന് ശേഷമായിരിക്കും. ഭക്ഷണത്തിന് ശേഷം ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ അളവ് വളരെ പരിമിതമായതിനാൽ ഒരുപക്ഷെ നാം കഴിക്കുന്ന അയൺ ടാബ്ലറ്റിൻ്റെ 10% പോലും ശരീരത്തിന് ഉപയോഗപ്രദമാകുകയില്ല എന്നതാണ് വാസ്തവം. അതിലുപരി അയൺ ടാബ്ലറ്റ് സെവറേറ്റ് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ വയറ്റിലെ ആസിഡിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതിന് ആസിഡ് സുപ്രസൻസ് ആയ പാൻറ്റാപ്രസോൾ പോലുള്ള മരുന്നുകളും കൂടെ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് സർവ്വസാധാരണമാണ്. ഇത് ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥയെ പ്രത്യേകിച്ചും പ്രോട്ടീൻ ഡൈജഷനെ വല്ലാതെ ബാധിക്കുന്നു. എന്താണ് മറ്റു പോംവഴി എന്ന് നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും. നിങ്ങളിൽ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു കാര്യം, ശരീരത്തിലെ രക്തത്തിൻ്റെ അളവിനെ HB ലെവലിനെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വളരെ എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഒട്ടും ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ കോൺസ്റ്റിപ്പേഷനോ ഉണ്ടാകാത്ത 1-2 മാസം കൊണ്ട് HB നന്നായി വർദ്ധിപ്പിക്കുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഫോർമേഷൻസ് ഇന്ന് അവൈലബിൾ ആണെന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. അതുകൊണ്ട് HB ലെവൽ കുറവുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ആവശ്യമാണെങ്കിൽ ദയവായി lifestyledisorders.com-നെ സമീപിക്കാൻ മറക്കാതിരിക്കുക. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com-ന്റെ ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com-ലെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.